സാധാരണ സ്വർണവും ഇലക്ട്രോണിക് ഉപകരണവും മറ്റുമാണ് പരിശോധനയിൽ കിട്ടാറ്. എന്നാൽ ഇക്കുറി കസ്റ്റംസിന്റെ വലയിലായത് ഒരു കൂട്ടം പക്ഷികൾ. തായ് എയർവേസ് വിമാനത്തിലെത്തിയ തിരുവനന്തപുരം സ്വദേശികളായ ശരത്, ബിന്ദു എന്നിവരുടെ പെരുമാറ്റത്തിൽ തുടക്കത്തിലെ സംശയം തോന്നി. തുടർന്ന് ബാഗേജ് പരിശോധിക്കാൻ ആരംഭിച്ചപ്പോൾ അകത്ത് ചിറകടി ശബ്ദം. എന്തായിരിക്കുമെന്ന ആകാംക്ഷ ചെന്നെത്തിയത് തികച്ചും അവിശ്വസനീയമായ കാഴ്ചയിൽ. വേഴാമ്പൽ ഉൾപ്പെടെ അപൂർവ ഇനത്തിൽപ്പെട്ട 14ഓളം പക്ഷികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 25,000 മുതൽ 2 ലക്ഷം രൂപ വരെ വില വരുന്ന കിളികൾ. പക്ഷികളെ കടത്തിയ പ്രതികളെ വനം വകുപ്പിന് കൈമാറി. പക്ഷികളെ കടത്താൻ 75,000 രൂപയാണ് പ്രതിഫലമായി കിട്ടിയതെന്ന് ശരത്തും ബിന്ദുവും മൊഴി നൽകി. പിടിയിലായവർ ഇടനിലക്കാരെന്ന് വനം വകുപ്പ്. ഇന്റർനാഷണലി സംഘടനകളാണ് ഇത് നിരോധിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇത് എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. വളരെ വേഗം തന്നെ ഇത് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള ഇനങ്ങളും ഇതിലുണ്ട്. ഇതിൻ്റെ ഇറക്കുമതി ചെയ്യുന്നതും ഇത് വിപണനം നടത്തുന്നതും നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷിക്കടത്തിന് വേണ്ടിയാണ് ഇരുവരും ബാങ്കോക്കിലേക്ക് പോയെന്ന് വനം വകുപ്പിന് വ്യക്തമായിട്ടുണ്ട്. ഇവർക്ക് പിന്നിലുള്ളവർ ആരെന്നാണ് പരിശോധന. ഇരയെ വേട്ടയാടി പിടിക്കാൻ കഴിവുള്ള പക്ഷികളടക്കം പിടികൂടിയവയിലുണ്ട്. വിദേശത്തു നിന്നുള്ള പക്ഷിക്കടത്തിൽ പ്രധാന കണ്ണികളെ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണമുണ്ടാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്ന സൂചനയാണ് വനം വകുപ്പ് നൽകുന്നത്. കടത്തിക്കൊണ്ടുവന്ന പക്ഷികളെ ഡോക്ടർമാരുടെയും മറ്റും പരിചരണത്തിൽ ക്വാറന്റൈനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോടതി അനുമതി വാങ്ങിയാകും ഇവയെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുക. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.